അങ്ങ് പറയും വന്യജീവികളുമായി അങ്ങ് അതിനുവേണ്ടി വളരെ ശക്തമായി വാദിക്കുന്ന ഒരാളാണ്. വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ ഏതറ്റം വരെയും പോകണം എന്ന നിലപാടാണ് അങ്ങേക്കുള്ളത്. പക്ഷെ ആ അറ്റം വരെ പോകുന്നതിന്റെ മറവിൽ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായാൽ നമ്മുടെ നാടിന്റെ ഒരു സ്വഭാവം കൂടിയാണ് എന്നത് വളരെ കുറ്റബോധത്തോടു കൂടി പറയേണ്ടി വരുന്നു. ഇത്തരം ക്രിമിനൽ മെന്റാലിറ്റി അത് പ്രകടിപ്പിക്കുക, ഇത്തരം ക്രൈം ചെയ്യുക, അതിന്റെ പേരിൽ മനുഷ്യരില്ലാതെ പോവുക, നമ്മൾ മനുഷ്യരെ ഇല്ലാതാക്കുന്ന മൃഗങ്ങൾക്കെതിരെ പോരാടുന്ന സമയത്ത് മനുഷ്യർ തന്നെ ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ ഉയർത്തിപ്പിടിച്ചൊരു ആശയം, ഈ കേരളത്തിലെ ഏകദേശം 200 ഗ്രാമപഞ്ചായത്തുകളിൽ 25 അസംബ്ലി മണ്ഡലങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി മനുഷ്യ സംഘർഷമാണ്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം. ആ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്ന് സംസ്ഥാനത്തിന്റെ ഒറ്റക്കെട്ടായ അഭിപ്രായമുണ്ടായി അത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വലിയ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ നടന്ന പോലുള്ള വലിയ ഐക്യനിര ഇക്കാര്യത്തിൽ രൂപപ്പെടുത്തണം. ആ ഐക്യനിര രൂപപ്പെടുത്തുന്നതിന് പകരം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഒരു കടുവ ഒരു മനുഷ്യനെ കൊന്നാൽ അപ്പൊ തന്നെ ദേശീയപാത വിരോധിക്കുക, ഒരു ദുരന്തമുണ്ടായാൽ ആ സമയത്ത് റോഡ് വിരോധിക്കുക, ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ ഞങ്ങളെ പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തത് ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. ഈ തീരുമാനം എടുക്കുമ്പോൾ വന്യജീവികൾ വനത്തിനകത്ത് പുറത്തു വന്നാൽ ആ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാവുന്ന അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. നേരത്തെ ആ വന്യജീവികളെ മനുഷ്യർ തിന്നാനോ അല്ലെങ്കിൽ വന്യജീവികളെ വേട്ടയാടി പിടിക്കാനോ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനോ ഒന്നുമുള്ള അനുവാദം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഓരോ ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലും ഇക്കാര്യത്തിൽ ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ജനജാഗ്രതാ സമിതികൾ കർശനമായി പരിശോധിച്ചാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത്തരം രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾക്ക് പകരം ഇലക്ട്രിസിറ്റി മോഷ്ടിച്ച ഒരാള് ഇത്തരം അപകടം ഉണ്ടാക്കിയാൽ യഥാർത്ഥത്തിൽ അയാളുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം പ്രവണതക്കെതിരായി യോജിക്കേണ്ടതാണ്. അതിന് പകരം മാറി നിന്ന് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും പോകാൻ വേണ്ടി പാടില്ല. ഇവിടെ വളരെ വ്യക്തമായി സംസ്ഥാന മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ നായാട്ട് നടത്താനുള്ള അനുവാദം വേണമെന്ന് കേന്ദ്രത്തോട് ഐക്യകണ്ഠേന ആവശ്യപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ കേരളത്തിലെ വനം വകുപ്പ് കുറെ കൂടി കാര്യക്ഷമമാകേണ്ടതുണ്ട്. വനം വകുപ്പ് കാര്യക്ഷമമാകണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി അവർക്ക് വൈൽഡ് ലൈഫ് വാർഡനുള്ള പന്നിയെ വെടിവെക്കാനുള്ള ഉത്തരവ് 1 മിനിറ്റ് കൊണ്ട് റദ്ദ് ചെയ്യുകയാണ് വനം വകുപ്പ് ചെയ്തത്. വനം വകുപ്പ് യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഒരു ദിവസം പോലും മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ മലയോരത്ത് അസ്വസ്ഥത പടർത്തി മനുഷ്യൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ പരിശോധന വേണം. ഇത്തരം സാമൂഹ്യ ഇത്തരം പ്രവണതകൾ നിങ്ങളുടെ കൂട്ടായ ആ ശ്രമത്തെ പോലും ഒറ്റുകൊടുക്കുന്നതും റദ്ദ് ചെയ്യുന്നതുമാണ്. ആ തരത്തിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നാളെ മലയോര ജനതയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് ഈ ഭക്ഷ്യയോഗ്യമാക്കണം എന്നുള്ളത്. അതിന്റെ വിപണന സാധ്യത ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യന്റെ ജീവന് തന്നെ ഹാനികരമാകുന്ന തരത്തിൽ, അവരെ തന്നെ കെണിവെച്ച് പിടിക്കുന്ന തരത്തിൽ, കുഞ്ഞുങ്ങളില്ലാതെ പോകുന്ന തരത്തിൽ ഈ പ്രവണത ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതകൾ കൂടി അവശേഷിപ്പിക്കുന്ന തരത്തിലാണ് ഇതുണ്ടായത്.